സൂക്ഷ്മത നടത്തുന്ന, ഈ തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ അരികിലേക്ക് ചെന്നിട്ട് മുത്തുനബിയെ പറ്റി പറഞ്ഞാൽ അവിടുത്തെ കണ്ണുനീര് എത്രയാ വരുന്നത്, നമ്മൾ എത്ര കണ്ടതാണ്. ആ പറയുന്ന മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് ഉസ്താദ്, ലോകം കണ്ടിട്ടുള്ള സൂക്ഷ്മതയുടെ പരമകാശയായ ആ മഹാമനീഷിയായ പണ്ഡിതൻ, എന്തിനധികം പറയണം, അവിടുന്ന് ഒരു പ്രാവശ്യം വാഴക്കാട് അങ്ങാടിയിൽ നിന്ന് മീന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയപ്പോ ആ കടക്കാരനോട് മീൻകാരൻ കൊടുത്തത് 50 രൂപക്ക് 10 അയലയാ, 10 അയല എന്നാ പറഞ്ഞത്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ 11 അയലയുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് നോക്കി, ഇത് 11 എണ്ണമുണ്ടല്ലോ. ഉടൻ തന്നെ ഭാര്യയോട് പറയുന്നു, ആ 11 എണ്ണവും പാക്ക് ചെയ്തിട്ട് തരണേ. തിരിച്ച് മീൻകാരന്റെ അടുക്കൽ ചെന്നിട്ട് കൊടുത്തിട്ട് പറയുന്നു, ഇതിൽ 11 എണ്ണമുണ്ട്, എനിക്ക് 10 എണ്ണമാ തരുമെന്ന് പറഞ്ഞത്. അപ്പൊ മീൻകാരൻ ചോദിച്ചു, പിന്നെന്തിനാ ഉസ്താദെ 1 കൊണ്ടുവന്നാ പോരെ, 11 കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? സൂക്ഷ്മത നോക്കണേ. കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു, അല്ലയോ മനുഷ്യ, ഞാൻ 11 കൊണ്ടുവരാതെ 1 എണ്ണം കൊണ്ടുവന്നാൽ നീ അധികമായിട്ടിട്ടുള്ള 1 ഏതാണെന്നറിയാൻ എനിക്ക് സാധിക്കില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പറഞ്ഞത്, ഈ പറയുന്ന ആലിമീങ്ങൾ, ഈ പറയുന്ന സ്വാലിഹീങ്ങൾ, അവരെ തള്ളിയിട്ട് അവരൊക്കെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണെന്ന് പറഞ്ഞ് വന്ന ഇവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? ആ പ്രകോപനങ്ങൾ നടത്തിയപ്പോ നമ്മളെത്ര വേദനിച്ചവരാ. കോഴിക്കോട് ടൗണിൽ മാത്രം നമ്മുടെ പണ്ഡിതന്മാർ വഅദ് പറഞ്ഞിട്ടുണ്ടാക്കിയ 14 പള്ളികൾ തൗഹീദിന്റെ പേര് പറഞ്ഞ് പിടിച്ചെടുത്തപ്പോ നമ്മളെത്ര കരഞ്ഞവരാ. ഈ നാട്ടിൽ എത്ര ഉമ്മമാര് കമ്മര് കൊടുത്തിട്ട് മാല കൊടുത്തിട്ടുണ്ടാക്കിയ മദ്രസകൾ, ആ പള്ളികളൊക്കെയും വിദ്യാഭ്യാസം ഉണ്ടെന്നതിന്റെ പേരിൽ പിടിച്ചെടുത്തപ്പോ നമ്മളെത്ര കരഞ്ഞവരാ. ഇപ്പോഴിതാ നമ്മളെ ഭിന്നിപ്പിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ സങ്കടപ്പെടുത്തിയവർ, അല്ലാഹു അവർക്ക് ശിക്ഷ നൽകുന്നേ, അവരത് അനുഭവിക്കുന്നേ. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഈ രൂപത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി, ഈ രൂപത്തിൽ നബി തങ്ങളെ പരിചയപ്പെടുത്തി. ഇപ്പോ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, എന്താ പ്രശ്നം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ 2 ഉണ്ടായിരുന്നു. ഒന്ന് മടവൂർ വിഭാഗം, മറ്റൊന്ന് മൗലവി വിഭാഗം. ചേകന്നൂർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് ചേകന്നൂരിയായത്. ചേകന്നൂർ മൗലവി എന്താ പറഞ്ഞത്? ചേകന്നൂർ മൗലവി പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ലെന്നല്ലേ, പള്ളിയിൽ വെച്ചുകൊണ്ട് അള്ളാഹ് അല്ലാത്ത ഒരാളെ പേര് വിളിക്കാൻ പാടില്ലെന്നല്ലേ. ചേകന്നൂർ പറഞ്ഞു, എന്നാൽ അത്തഹിയ്യാത്ത് ഓതാൻ പാടില്ല. കാരണം എന്താ? അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നുണ്ട്. ചേകന്നൂർ മുജാഹിദ് മൂത്തപ്പോ ചേകന്നൂരായി. വേറെ ഒരു മൗലവി ഉണ്ട്, സുബൈർ മങ്കട. അയാളിപ്പോ പറയുന്നെന്താ? അയാൾ പറയുന്ന സംഘടന രൂപീകരിക്കാൻ പാടില്ല. അയാളിപ്പോ നിലമ്പൂർ കാടുകളിൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സംഘടന രൂപീകരിക്കാൻ പാടില്ലെന്ന് പറയാൻ അയാൾ വേറൊരു സംഘടന ഉണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട്? സംഘടന പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനൊരു സംഘടന ഉണ്ടാക്കി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോലം നോക്കണം. അങ്ങനെ 4 ആളിപ്പോ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് മൂവാറ്റുപുഴയിൽ ഒരു സംവാദം നടന്നു. സംവാദത്തോടുകൂടി മുജാഹിദിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നു. സെപ്റ്റിക് ടാങ്ക് തുറന്നാൽ എങ്ങനെ ഉണ്ടാവും? നാറ്റം പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അതുവരെ KNM എന്ന് പറയുമ്പോ ഞങ്ങൾ അഭിമാനത്തോടെ, നമ്മളെ നാട്ടിലുണ്ടാവും ചില മുജാഹിദിന്റെ സലഫികൾ, വഹാബികൾ, ഒരു മുജാഹിദ് എന്ന് പറയുമ്പോൾ ഒരു കിബറാണ് മനസ്സിൽ. എന്നാൽ KNMന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നു, നമ്മളെ അന്തസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. TP അബ്ദുള്ള കോയ മദനി എന്ന് പറയുന്ന KNMന്റെ പ്രസിഡന്റ്, അദ്ദേഹം പറയുന്നത് കേട്ടോ നിങ്ങൾ, വളരെ കൃത്യമായി ഔദ്യോഗികമായിട്ടെന്നാണ് അയാൾ പറയുന്നത്. TP അബ്ദുള്ള കോയ മദനി, 6ാമത്തെ ക്ലിപ്പ്. അതെ,
TP അബ്ദുള്ള കോയ മദനി, അതാണ് KNM-ന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്തസ് തന്നെ നഷ്ടപ്പെട്ടു. ബുദ്ധിമുട്ടിക്കലും രാത്രി പാതിരാക്ക് വിളിച്ച് ചോദിക്കലും ഒക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ എത്ര അനുഭവിക്കുന്നുണ്ടാവും? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനമായി നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു അത്. നമ്മൾ തന്നെയാണല്ലോ ഈ മടപുലികളേറ്റൊക്കെ ഭിന്നിച്ച്. നമ്മൾ വേറെ ആരുമല്ലല്ലോ. 10-12 കൊല്ലം നമ്മുടെ കൂട്ടായ്മ എന്തായിരുന്നു? നമ്മൾ എത്ര അന്തസ്സിലാണ് നടത്തിയത്? എന്തൊരു തിരിച്ചു പിടിക്കലാണ് നമ്മളെ ഈ ആദർശം നമ്മൾ നടത്തിയത്. ആദർശമില്ലായിരുന്നു അത്. എന്തെല്ലാം നിലക്ക്, എന്നിട്ട് എന്തെല്ലാം അന്ന് അവരുടെ ഭാഗത്തൊക്കെ കേൾക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മുടെ സംഘടനയെ ഈ നിലക്ക് ഭദ്രമായി ഇപ്പം പറയാം, സംഘടന ഭയങ്കര ആരായിരുന്നു ഉണ്ടാക്കിയത്? ആരായിരുന്നു കൂടിയിരുന്നു? നമ്മളെല്ലാവരുടെ കൂട്ടായ്മയല്ലേ? അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തൊരു ആത്മാർത്ഥമായ ബന്ധമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. സ്നേഹബന്ധം എവിടെയും കാണുമ്പോൾ ഈ ആദർശബന്ധം ഇതെന്ത് മുഴുവൻ നശിപ്പിച്ചില്ലേ? മുഴുവൻ ഏത് ഗ്രാമത്തിൽ ചെന്നാലും രണ്ടായി നിൽക്കല്ലേ? ആരാണ് ഇതിന് കാരണക്കാർ? നമ്മളുടെ ഇവിടെ അനസ്മോലിയോട് പറഞ്ഞല്ലോ, വളരെ മാന്യമായൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അതിന്റെ വസ്തുതകളിലേക്കല്ല, വസ്തുത വേറെയാണ്. പക്ഷെ ഈ കട്ട് ചെയ്തതും മറ്റു കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അനസ് ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നിരിക്കാൻ. ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ജമിയത്ത് ഇങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്ത് ഞങ്ങൾ അത് ഈ അനസിനെ കുറിച്ചല്ല കേട്ടോ, അവരെ കൂട്ടത്തിലുള്ള അനസിനെ പറ്റിയാ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം. ഇയാൾ പറയാണ് അന്തസ്സിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘടന എന്ന്. നിങ്ങൾ ചിന്തിക്കണം. ആരാ പറയുന്നത്? കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റാണ്. കുറെ കാലമായി ഇയാൾ പ്രസിഡന്റ്. ഇയാളുടെ തമ്മാടിത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു വരും. നമ്മുടെ സക്കരിയ സലാഹി പറയുന്നതികൾക്ക് ഇനി കൂടുതലായിട്ട് ക്ലിപ്പ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മുജാഹിദികളുടെ ഉള്ളുകളിൽ പുറത്തു വന്നപ്പോ നമ്മളെ പ്രവർത്തകർ, ഈ ചങ്ങായിമാരെ നമ്മുടെ നാട്ടിലേക്ക് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ആഗ്രഹിക്കുന്നത്. നേതാക്കന്മാര് വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ചങ്ങായിമാരുടെ പ്രവർത്തനം കണ്ടപ്പോ ഓരിങ്ങോട്ട് വരരുത്, ആ ശല്യം പണ്ടാറടക്കം വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. സക്കരിയ സലാഹി പറയുന്നത്, നേതാക്കൾ വരുമ്പോൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും അവരെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന പ്രവർത്തകർ നേതാക്കൾ ഇതിനെ വരാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. എന്താ പേര്? ആദർശ പറയല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി അള്ളാനോട്. മുജാഹിദിന്റെ നേതാക്കന്മാര് ഞങ്ങളെ നാട്ടിലേക്ക് വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ആരാ? ഈ മുജാഹിദിന്റെ നേതാക്കന്മാര് തന്നെയാണ്. ഇനി നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിപ്പാക്കപ്പെട്ട നേതാവ് മുജാഹിദ് ബാലുശ്ശേരി. അയാളെന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെ മുന്നിൽ കണ്ടാൽ മതി, എന്താ പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. വളരെ ഊക്കുകൂട്ടിയിട്ടാ പറയാം, ശക്തമായിട്ട് പറയും. ഞാൻ ആ ക്ലിപ്പ് കാണിക്കുന്നില്ല. ഒരു സ്ഥലത്ത് വന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെ കുറിച്ച് സ്വഹാബത്ത് ബർക്കത്തെടുത്തിട്ടില്ല, അങ്ങനെ ഇല്ല, കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുടിയിൽ ബർക്കത്തെടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയാളുടെ ക്ലിപ്പിനൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് വിലയില്ലാതെ പലപ്പോഴും ഈ അടുത്ത് സക്കരിയ സലാഹി ഇപ്പൊ കുറച്ച് സുന്നിയായി വരിക. അപ്പൊ വരുമ്പോ സക്കരിയ സലാഹിന്റെ ഒന്നിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി ഉള്ളത്. അപ്പൊ സക്കരിയ സലാഹി സുന്നിയായി വരുമ്പോ നമ്മളൊരു സഖാഫി എന്നിട്ട് പ്രസംഗിച്ചു, സക്കരിയ സലാഹി നിങ്ങൾക്ക് സുന്നിയിലേക്ക് വരാം, സ്വാഗതം. അപ്പൊ വേറൊരു സഖാഫി തോണ്ടിയിട്ട് പറഞ്ഞു, സക്കരിയ സലാഹിനെ വിളിക്കുമ്പോ ഒരു കണ്ടീഷൻ വെക്കണം, ബാലുശ്ശേരിനെ കൂടി കൊണ്ടുവരരുത്, കാരണം ഓനെ സഹിക്കാൻ കുറച്ച് പണിയാണ്, ഓൻ എന്താ പറയാന്ന് നമുക്ക് അറിയൂല, കാരണം സക്കരിയാന്റെ വാലും മുടിച്ചിട്ടാ നിക്കല് പണി ബാലുശ്ശേരിക്ക്. അപ്പൊ സക്കരിയ സുന്നിയിലേക്ക് വരുമ്പോ ചിലപ്പോ ഓനെ ഒന്നിച്ചുണ്ടായാലോ, പിന്നെ നമുക്ക് ഓനെ നോക്കി നടക്കലായിരിക്കും പണി. അത്രക്കും വൃത്തികേടെ പറയുന്ന ഒരു മഹാവിദ്വാനാണ് ബഹുമാനപ്പെട്ട ബാലുശ്ശേരി. ഇയാളിപ്പോ പറയാണെന്തറിയോ, ആകാശത്തിന്റെ ചോട്ടിൽ ഇത്രത്തോളം അധപ്പതിച്ച മറ്റൊരു സംഘടനയില്ല. കേട്ടോളൂ നിങ്ങൾ, ആകാശത്തിന്റെ ചോട്ടിൽ. എന്നിട്ട് അയാൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. ഈ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിഷയം കേട്ടിട്ട് ആരെങ്കിലും സ്വഹാബികളെ പുറത്താക്കോ? ശത്രുക്കളുടെ ആരോപണം കേട്ടിട്ട് അനുയായികളെ പുറത്താക്കുന്ന സംഘടന ലോക ചരിത്രത്തിൽ ആകാശത്തിന്റെ ചോട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ശരിക്കും ശ്രദ്ധിക്കണം, ഓഡിയോ സൗണ്ട് മാത്രമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. പ്രധാനമായി നിങ്ങൾ അറിയുക, ശത്രു സൈന്യത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിലെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും
മുശ്രിക്കുകൾ എന്ന് വിളിച്ച് അവരെ പുറത്താക്കി സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു നേതൃത്വത്തെ ആകാശത്തിന്റെ ഭൂമിയിലെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച്, മുഹമ്മദ് നബിയും സഹാബികൾക്ക് നേരെ അബൂജഹൽ ഉന്നയിക്കുന്ന ആരോപണം റസൂലുള്ളാഹി ശരിവെക്കുക, എന്നിട്ട് സഹാബികളെ പുറത്താക്കുക, ഇങ്ങനെ ഒരു ചരിത്രം ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ മുജാഹിദ് ബാലിശീലിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ പറ്റിയാണ് പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇയാളിപ്പോ എന്താ പറഞ്ഞത്? ആകാശത്തിന്റെ ചോട്ടിൽ ഇത്രത്തോളം വൃത്തികെട്ടൊരു സംഘടനയില്ല. എന്നാൽ കുറച്ചു കാലം മുമ്പ് ഇയാള് കാഞ്ഞങ്ങാട് വന്നിരുന്നു. ഇതേ മൗലവി കാഞ്ഞങ്ങാട് വന്നിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പൊ അയാൾ പറഞ്ഞെന്താന്ന്, ഇതേ സംഘടനയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന്, ഒരേ നാവ് കൊണ്ട്, എല്ലില്ലാത്ത ഒരേ നാവ് കൊണ്ട് ഇയാൾ പറയുന്ന രണ്ട് വർത്താനം. KNM എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ പറഞ്ഞ ആകാശത്തിന്റെ ചോട്ടിൽ ഇത്രത്തോളം അധപ്പതിച്ച സംഘടന ഇല്ലാതെ പറഞ്ഞ ആ സംഘടന, അത് നിങ്ങൾക്ക് ഗിഫ്റ്റാണ്, അള്ളാഹ് നൽകിയ സമ്മാനാണ്. അയാൾ അത് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് കോണം. അള്ളാന്റെ സമ്മാനമാണ് KNM. പടച്ചോന്റെ സമ്മാനമാണ് ISM. പടച്ചോന്റെ സമ്മാനമാണ് MSM. പടച്ചോന്റെ സമ്മാനമാണ് നിങ്ങൾക്ക്. ഇവരൊക്കെ സമ്മാനാണെങ്കിൽ, അള്ളാഹുവിന്റെ സമ്മാനം ഇവരാണെങ്കിൽ അത് നമുക്ക് വേണ്ട. ഈ ജാതി സമ്മാനം നമുക്ക് വേണ്ട. എന്തൊരു ലാഘവത്തോടെയാ പറയുന്നത്. ഇവര് KNM ഒക്കെ അള്ളാന്റെ സമ്മാനാണ്. ആ സമ്മാനത്തെ സംബന്ധിച്ചാണ് ഇന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ലോകത്ത് ഇത്രത്തോളം മതപ്പതിച്ച മറ്റൊരു സംഘടനയില്ല. അങ്ങനെ പറഞ്ഞിട്ട് നിർത്തിയോ? ഇല്ല. നമ്മൾ ആക്ഷേപിച്ച സമയത്ത് സഹിച്ചവരാ നമ്മൾ. ഇപ്പോൾ നിങ്ങൾ ആനന്ദിക്കേണ്ടവരാണ്. അജയ്യമായ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരാ. ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് കാണാം. KNM എന്ന് പറഞ്ഞാൽ, അതായത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമായ KNM ഒരു സംഘടനയല്ല, അതൊരു പുറത്താക്കൽ സംഘടനയാ. ആളുകളെ പുറത്താക്കുന്ന പണിയാണ് KNM-ന്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വരണം, ഇത് തെറ്റായ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചവരായി ഇവര്. ഇപ്പൊ ഇവര് തന്നെ പറയുന്നു, KNM എന്ന് പറഞ്ഞാൽ പുറത്താക്കാനായിട്ടുള്ള സംഘടനയാണ്. എന്നിട്ട് ഇയാൾ ചോദിക്കുക, പുറത്താക്കാനായിട്ടൊരു സംഘടന വേണോ? നിങ്ങൾ എന്തിനാണ് ഒരു മാസം ഇയാളെ പുറത്താക്കി, അടുത്ത മാസം വേറെ ആളെ പുറത്താക്കി, അങ്ങനെ മാസം മാസം പുറത്താക്കണ്ട. ഒരു പത്രപ്രസ്താവന കൊടുത്താൽ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പിരിച്ചുവിട്ടാ പോരെ? പിരിച്ചുവിടേണ്ടി വരുമേ. അല്ലാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് കളിച്ചവർ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഖവാരിജുകൾ പല വിഭാഗക്കാരായിരുന്നു, മുഅ്തസിലികൾ പല വിഭാഗക്കാരായിരുന്നു. ഇന്ന് ലോകത്തെവിടെയും ഒരു ഖവാരിജിനെയും കാണൂല. അത് പിരിച്ചുവിട്ടിട്ടുണ്ട്. അവര് തന്നെ പിരിച്ചുവിടാൻ പോകുന്നു. കേട്ടോളൂ, ബാലുശ്ശേരി പറയട്ടെ. ഈ കമ്മിറ്റി വന്നതിന് ഏറ്റവും കൂടുതൽ സർക്കുലർ ഇത് എന്തിനറിയോ? പുറത്താക്കാൻ വേണ്ടി. എന്തിനാ KNM പുറത്താക്കാൻ? എന്തിനാ KNM പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ? എന്തിനാ KNM കോളേജിൽ നിന്ന് പുറത്താക്കാൻ? എന്തിനാ KNM വിദ്യാർത്ഥിയെ പിരിച്ചുവിടാൻ? എന്തിനാ KNM ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ? അക്കൗണ്ടന്റ് ആയിട്ട് പിരിച്ചുവിടാൻ? അങ്ങനെ പിരിച്ചുവിടൽ അങ്ങ് പിരിച്ചുവിടാൻ വേണ്ടി ഒരു സംഘടന. അതിന് സംഘടന വേണ്ട, അങ്ങ് പിരിഞ്ഞാ പോരെ. പിരിച്ചുവിടാൻ മാത്രം ഒരു സംഘടന ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് വലിയ നേതാക്കന്മാർ വേണം. അതിന് ഒരുങ്ങി പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആളെ പിരിച്ചുവിടാൻ ഞങ്ങളുടെ മൊത്തം പിരിച്ചുവിട്ടിരിക്കുന്നു. ഒറ്റ പത്ര കാട്ടി ലോകം മുഴുവൻ സെക്കൻഡ് കൊടുത്തി, ഒറ്റ പ്രഖ്യാപനം. ഇതിനേക്കാൾ നല്ലതല്ലേ? അല്ലേ? ആളുകളെ കണ്ടുപൊടിയിടണം. ഞങ്ങൾക്ക് പേരെണ്ണിത്തരാം 100-ലധികം പ്രസംഗികരെ, ഓരോടൊക്കെ വെറുക്കാം. അതായത് സാറ്റാൽ മുജാഹിദ് പ്രസ്ഥാനം അറിയാവുന്നവരോടൊക്കെ വെറുക്കാം. നിങ്ങൾ എണ്ണിക്കൊടി, ഞാൻ പറയാതെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുണ്ടാവും മുജാഹിദുകൾ, ബാക്കിയുള്ള എല്ലാവരും നിങ്ങളൊക്കെ അറിയുന്ന കുറെ പ്രഭാഷകനാണ്. അവരൊന്നും KNM-ന് വേണ്ട. KNM-ന് വേണ്ട മീൻസ് KNM-ന് വേണ്ടെന്നല്ല, KNM-ന് ഹൈജാക്ക് ചെയ്ത് ഇപ്പൊ പിടിച്ച് അടക്കിയ ആളുകളിലെ ഓർക്ക് വേണ്ട അല്ലേ? കോക്കസിന് ഞാൻ പറയുന്നു അത് അത്ര
കോക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ KNM-ല് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു, സംഘടന പിടിച്ചെടുക്കാൻ, അധികാരം പിടിച്ചെടുക്കാൻ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു. ആ കോക്കസാണ് മുജാഹിദ് ബാലുശ്ശേരിയെ പുറത്താക്കിയത്. ആ കോക്കസാണ് സക്കരിയ സ്വലാഹിയെ പുറത്താക്കിയത്. ആ കോക്കസാണ് 100ഓളം പ്രസംഗകരെ പുറത്താക്കിയത്. ഇനി ഇയാൾ ഇതും പറഞ്ഞിട്ട് നിർത്തിയോ? ഇയാള് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞാ നിർത്തൂല. എന്നിട്ട് ഇപ്പൊ ഇയാള് പറയുന്നത് എന്താണ്? ഇനി എന്നെ പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞാൽ KJUവിന്റെ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെക്രട്ടറി ആക്കുമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്മളോടൊരു ഉപദേശം, KNM-ന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ കിട്ടൂന്ന് നിങ്ങൾക്ക് തോന്നിയാ വേഗം പോയിട്ട് മലേഷ്യയിൽ പോയിട്ട് ഓടിച്ചോ. കാരണം അതിനേക്കാൾ നല്ലത് മലേഷ്യയിലോ വല്ല കടലിലോ പോയിട്ട് ചാടുന്നതാണ്. മുജാഹിദ് ബാലുശ്ശേരിന് തൊപ്പിയിട്ട് മുമ്പിന് ഹജ്ജ് കഴിഞ്ഞ് വന്ന ഉടനെയാണ്, കുറച്ച് ശൂന്യതായിരിക്കും, അപ്പോഴാണ് ഈ തൊപ്പിയൊക്കെ വരിക. അയാൾ പറയട്ടെ, ഞാൻ എല്ലാവരോടും പറയുന്നത്, പടച്ചോൻ തൗഫീഖ് ചെയ്ത പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം വെച്ച് നീട്ടി ഓടി മലേഷ്യയിൽ പോയി ഒളിക്കണം. കാരണം നരകായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പേര്. ഇഞ്ചാതി കളിക്കാനല്ലേ പിന്നീട്, ഇഞ്ചാതി കളിക്കാനല്ലേ, ഈ കോലത്ത് കളിക്കാനല്ലേ, ഓടിക്കോടി അറബിക്കടലെ കൊട്ട ചാട്ടം. അല്ലാഹുവേ, സെക്രട്ടറി ആകുന്നതിൽ നിന്നെ രക്ഷിക്കണേ റബ്ബേ, ചാടിക്കോടി. കാരണം ഇക്കോലത്തിലുള്ള സെക്രട്ടറി സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം എന്തിനാ നമുക്ക്? നമ്മളൊക്കെ എത്ര ദ്വാരുന്നതാണ് ഇവരെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പൊ ഇവര് തന്നെ പറയാണ്, KNM-ന്റെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിനോട് ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ ഒരു കുദറത്താണ്. അല്ലെ നമ്മൾ പറയല് പണ്ട്, റബ്ബിന്റെ ഖദറുകളായി വിശ്വസിക്കണമെന്ന്. എന്നിട്ടോ ഇയാൾ പിന്നെയും പറയാം, അയാൾക്ക് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ ആദർശമില്ല. പണ്ട് നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞു, ഞമ്മക്ക് ആദർശമില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, ഈ മൊബൈലിന്റെ കവറാണ് KNM-ന് വേണ്ടത്, മൊബൈല് വേണ്ട. ജ്വല്ലറി പോവാണെങ്കിൽ ആരെങ്കിലും പൊന്ന് എറിഞ്ഞിട്ട് അതിന് കവറ് മാത്രം എടുക്കോ? ഇല്ലല്ലോ. എന്നതുപോലെ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്തായിട്ടുണ്ട്, ഉള്ളിലുള്ള വിലപ്പെട്ട സാധനമൊന്നും വേണ്ട, അവർക്ക് കവറ് മതി. അതും കൂടെ കേട്ടോളൂ. ഒരു മൊബൈലാണ്, ഉദാഹരണത്തിന് ഇനി ക്ലിക്ക് ചെയ്യാതെ പോലും ഒരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്, മേടിക്കാനിക്കൊന്നല്ല, പഠിച്ചോളി മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ, ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ മഴ ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതിഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് സംഘടന. എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി, അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്തൻ സ്വർണം കളഞ്ഞ് പെട്ടി കുറുക്കി പിടിച്ച്, ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്റ്റേറ്റ് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. അതായത് ആദർശപരമായ തെറ്റ് ചെയ്താൽ 1 വർഷം പുറത്ത്, സംഘടനാപരമായി തെറ്റ് ചെയ്താലോ ആജീവനാന്തം പുറത്ത്. അബ്ദുറഹ്മാൻ ഇരിവേറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അയാള് ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ ബുഖാരിയിലല്ല, ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും ശരി ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞ സാധനമാണ്. അയാള് ആദർശപരമായി തെറ്റ് ചെയ്തതാണ്, അയാൾക്ക് 1 വർഷത്തെ സസ്പെൻഷൻ. ഈ സക്കരിയ സ്വലാഹിക്കും മുജാഹിദ് ബാലുശ്ശേരിക്കൊക്കെ കാലാകാലം പുറത്താണ്. അപ്പൊ ഇയാൾ ചോദിക്കാം, ആദർശപരമായി തെറ്റ് ചെയ്താൽ 1 വർഷം, സംഘടനാപരമായി ചെറിയ തെറ്റ് ചെയ്താലോ ആജീവനാന്തം. ഇത് എന്ത് പ്രസ്ഥാനാണ്? ആദർശത്തിനല്ലേ വില കൊടുക്കേണ്ടത്, ആദർശത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. പുറത്താക്കിയപ്പോഴുള്ള സങ്കടം പറയാണ് ഇയാള്, പുറത്താക്കിയപ്പോഴുള്ള വേദന പറയുന്നു. എന്തിനധികം പറയണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി സക്കരിയ സ്വലാഹി എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് സൗദിയിലെ ഭരണം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ലോക മുസ്ലിം മനസ്സാക്ഷിയുടെ മനസ്സകത്ത് സൂക്ഷിക്കുന്ന ആ പച്ചക്കുപ്പ തകർക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തെ അറുത്തുമാറ്റലാണ് എന്ന് KNM-ന് ഭരണം കിട്ടുകയാണെങ്കിൽ സൗദിയിൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തനമെന്ന് പറഞ്ഞതാരാ? സക്കരിയ സ്വലാഹി. അള്ളാന്റെ ഒരു കുദറത്ത് നോക്കൂ, ആ പറഞ്ഞാൽ ഇപ്പൊ KNM-ൽ തന്നെ ഇല്ല. നമ്മളെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ KNM-ന്ന് പുറത്താണ്. ഇനിയും തീർന്നില്ല. സക്കരിയ സ്വലാഹി പറയുന്നത് കേട്ടോ നിങ്ങൾ? സക്കരിയ സ്വലാഹി എന്താ പറയുന്നത്? നമ്മളെ സംഘടന ഇപ്പോ
ഭൂരിപക്ഷം നോക്കിയിട്ടാ തീരുമാനിക്കല്. MLA തീരുമാനിക്കുന്നത് പോലെ, MP തീരുമാനിക്കുന്നത് പോലെ, സംഘടന തീരുമാനിക്കുന്നത് പോലെ. ഇപ്പൊ ആർക്കും ഹദീസും ആയത്തൊന്നും വേണ്ട. നമ്മൾക്ക് പറ്റിയ കുറച്ച് ആൾക്കാർ ഓരെത്ര ഉണ്ട് അത് എണ്ണും. നമ്മളെ എതിരാളികൾ എത്ര ഉണ്ട് ഓരെ കുറച്ചാക്കി കാണിക്കും. നമ്മൾ അനുകൂലിക്കുന്ന ആളുകൾ മാത്രം സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുക്കും. എന്നിട്ട് എനിക്കിങ്ങനെ സെക്രട്ടറി ആയിട്ട് നടക്കണം. അങ്ങനെ ആദർശം വോട്ടാക്കുന്ന ഒരു സംഘടനയായി നമ്മുടെ സംഘടന മാറി എന്ന് സക്കരിയായി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അത് പറയാനില്ല, ഞങ്ങൾ കുറ്റക്കാരല്ലേ? ഇയാൾ ചെയ്തത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സലാഹി യാഴ്വാദം അഴിനൂനി ഒരു ചർച്ച ഉണ്ട്. ഇനി എന്താ പോയി ചർച്ചയാണ്? അല്ല നിങ്ങൾ കണ്ട നിങ്ങൾ വിശ്വാസിക്കും. ഞാൻ എന്തിനാ വിശ്വാസിപ്പിക്കണു? ജബ്ബാറുലിലേക്ക് വിളിച്ചതാണ്. കാരണം ഞമ്മക്ക് എന്തിനാ ചർച്ച? കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരില്ല, ഞാൻ പോയില്ല. അബൂബക്കറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ വരുന്നില്ല എന്ന്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ചാളുകൾ വിളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. ഒന്നാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ കുറച്ചാളുകളും ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് ഒരാളും. അപ്പൊ അയാൾ അവസാനം കഴിച്ചു ശിർക്കാന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണി. അപ്പൊ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കുക. അടുത്ത ചർച്ച കേട്ടിട്ട് നമ്മളെ ചില ആളുകളൊക്കെ പോയി. നമ്മളെ ഉമർ മൗലവിന്റെ മകൻ മുബാറക്ക് പോയി, റൌഫ് നദ്വി ജാമ്യയിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പോയി. പക്ഷേ കയറ്റിയിരുത്തിയില്ല. തലേന്ന് റൌഫ് മദനി വിളിച്ചു, സാർ ഇങ്ങനെ ചർച്ച നടക്കണ്ടല്ലോ ദൗറ, നമുക്കൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ദൗറയും ചർച്ച ഒന്നുമില്ലല്ലോ, അവിടെ റിപ്പോർട്ട് സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. ആരാ പറയുന്നത്? പരലോകം പ്രസംഗിക്കുന്ന എം എം മദനി. പരലോകം പ്രസംഗിക്കുന്ന എം എം മദനി ആരാ? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ്. അയാൾ പ്രസംഗിക്കുന്നത് പരലോകാണ്, പ്രവർത്തിക്കുന്നതോ പരലോകത്തിന് നേരെ ഓപ്പോസിറ്റ്. അതാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പിന്നെ കുറച്ചേ പറയുള്ളൂ, പറയുമ്പോൾ നല്ല കാര്യപ്പെട്ടിട്ടേ പറയുള്ളൂ. എന്നിട്ട് ഇയാൾ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഇയാൾ വലിയ നല്ല ആളൊന്നല്ലോ. ഇയാളെ തമാശ കേൾക്കണോ നിങ്ങൾ? ഇയാളോട് പണ്ടൊരാൾ ചോദിച്ചു, അല്ല റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് മീതെ കുബ്ബുണ്ടോന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ ഖബറിന് മീതെ കുബ്ബല്ല, കുബ്ബന്റെ താഴത്ത് ഖബറുള്ളത്. എങ്ങനെയുണ്ട്? ഇങ്ങനെ പറഞ്ഞാൽ പണ്ടൊരാളെ പോസ്റ്റ് ഓഫീസ് അവിടെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ, അപ്പൊ ഹോസ്പിറ്റലോ പോസ്റ്റ് ഓഫീസിന്റെ പിന്നിൽ. ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ഓരിക്കേ മറുപടി പറയാൻ പറ്റൂ. താജുദ്ദീൻ സ്വലാഹി മറ്റൊരു വിദ്വാനും അയാളോട് ചോദിച്ചു, റസൂലുള്ള തൊപ്പി ധരിച്ചിട്ടുണ്ടോ, തല മറച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല, തലയാണ് മറച്ചത്. എങ്ങനെയുണ്ട്? ഇതാണ് മുജാഹിദിന്റെ ബുദ്ധി. എന്നിട്ടോ ഇപ്പൊ ഇയാൾ പറയുന്നു, സക്കരിയ സുലാഹി പറയുന്നു, നമ്മളെ സംഘടനന്റെ ക്വാളിറ്റി കുറഞ്ഞു, ക്വാണ്ടിറ്റി കൂടി. ക്വാളിറ്റി ഇല്ല, ഡ്യൂപ്ലിക്കേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് പണ്ടേ നമ്മൾ പറഞ്ഞതാണ്. ഇത് ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റിയുള്ളത് തൗഹീദ് അജയ്യമാണെന്ന് പറയുകയും അചഞ്ചലമാണെന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘവും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും അടങ്ങുന്ന പ്രസ്ഥാനമാണെന്ന് ഈ സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കരിയ സുലാഹി പറയട്ടെ, ക്വാളിറ്റി കുറഞ്ഞ വിഷയം. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി പറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിന് വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി, അവൻ ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം എന്താ, ഇയാള് പറഞ്ഞെന്താണെന്നറിയോ? എവിടെയെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഒരു കള്ളിമുൾ ചെടി, നമ്മുടെ നാട്ടിൽ കള്ളിമുള്ളിന്റെ ചെടി, ആ ചെയ്യ് ഏടെങ്കിലും ഉണ്ട്, ഓനെ പിടിച്ചിട്ട് പ്രസിഡന്റും സെക്രട്ടറി ആകും. കണ്ട ചപ്പിനെയും ചവറിനെയും പിടിച്ചിട്ട് സെക്രട്ടറി ആകും. എന്നിട്ട് ഓനെയോ നേരെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ പ്രസിഡന്റും ആക്കും. സ്വന്തം പ്രസിഡന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ തെറ്റിയപ്പോഴാണ് ഇവരെ എല്ലാ നാറ്റവും പുറത്തേക്ക് വന്നത്. സക്കരിയ സുലൈഹിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാൻ. ഇയാള് മുജാഹിദിന്റെ ജുമയെ സംബന്ധിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജുമ നിസ്കാരത്തെ സംബന്ധിച്ച് സക്കരിയ സുലൈഹി തന്നെ വളരെ കൃത്യമായി
അവരുടെ ജമാഅത്ത്, അതിന്റെ ആദർശം, അതിന്റെ രൂപവും ഭാവവും അറബി ഖുത്ബ നിർത്തലാക്കി മലയാളത്തിൽ തുടങ്ങിയത് എന്തിനാ? മുജാഹിദ് എന്തിനാ മലയാളത്തിൽ ഖുത്ബ തുടങ്ങിയത്? ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സുന്നികള് അറബിയിൽ ഓതിയിട്ട് ജനങ്ങളൊക്കെ ഉറങ്ങാണ് എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിൽ തുടങ്ങിയത്. മലയാളത്തിൽ ഓതിയാൽ ആളുകൾ ആരും ഉറങ്ങൂലല്ലോ. എന്നാൽ ഇപ്പോ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ജുമാ കാര്യം ജുമാക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോർത്ത കൂലി, പശുവിന് അറുത്തോർത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിലേക്ക് നോക്കിയമാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്കൊരാൾ ഇവിടെ, ഒരാള്, 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങൾ. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല. ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാ ഓ ഞാൻ പത്ത് വലിയ ആളല്ലേ, ഇങ്ങനെ മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ പറഞ്ഞ ഏത് മൗലവി ആയാലും വേണ്ട, ആചാരാനും വേണ്ട, ഞാൻ ഉണർത്തും. അത് കുത്തുബനെ അവഹേളിക്കലല്ലേ? അത് മിമ്പർമ കയറിയവൻ ആരാകട്ടെ ജുമാക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മളാളുകൾ കുത്തുബന്റെ ജുമാക്ക് ഒരുപാട് പുണ്യുണ്ട്. ഒരാഴ്ചത്തെ പാപം പൊറുക്കുന്നുണ്ട്. വെറുതെ ഇവിടെ വന്ന് തൂങ്ങിയിറങ്ങി ചാരിക്കുത്തിരുന്നാലൊന്നും ഒരാഴ്ചത്തെ പാപം പൊറുക്കൂല. അതിന് ചില ആദാബുകളുണ്ട്, ചില ശുറൂത്തുകളുണ്ട്. അത് പാലിച്ചു വരണം. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുത്ബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യക്ക് ഒക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. അവർക്ക് തന്നെ നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചു കൂടും എല്ലാ മുജാഹിദീങ്ങളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങി ചെയ്യും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുത്ബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്. മനസ്സിലായില്ലേ? സ്വന്തം ജീവിതപ്പറ്റി നാട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഓൻ അവിടുന്ന് ഔട്ടാവും. കാരണം മുജാഹിദ് കമ്മിറ്റിക്ക് വേണ്ടത് 100 റുപ്യക്ക് ഖുത്ബ നടത്തുന്ന ആളെയാണ് വേണ്ടത്. അതിലപ്പുറം ആരെയും വേണ്ട എന്ന് മാത്രമല്ല, വന്നിരുന്ന് ഉറങ്ങുക മാത്രമല്ല, എന്നിട്ടോ ആരെങ്കിലും ഹാജിയാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ആ മൗലവീനെ പിടിച്ചിട്ട് കമ്മിറ്റി പുറത്താക്കുകയും ചെയ്യും. ഇതിനാണോ ഇവര് മലയാളത്തിൽ ഖുത്ബ തുടങ്ങിയത്? സക്കരിയ സലാഹിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ വിശദീകരണം ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. എന്നിട്ട് ഇയാള് നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ തുടങ്ങിയ കൂട്ടുപ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആമീൻ പറഞ്ഞ് ഇമാമ ദുആ ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ദുആ ചെയ്താൽ ദഅവതു വഅമിനൂ, ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയണേ. ആമീൻ ദുആ ചെയ്യുന്ന സമയത്ത് ഒറ്റക്ക് ദുആ ചെയ്താൽ അവന് ശാപമുണ്ടെന്ന് വരെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കൂട്ടുപ്രാർത്ഥന അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഇന്നിപ്പോ പറയുന്നു മുജാഹിദിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ആളുകളെന്നല്ല, ഇവരാണത് ക്യാൻസൽ ചെയ്തത്. കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് സക്കരിയ സലാഹി പറയട്ടെ. പാലിക്കൂല. അതുപോലെ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകളിൽ കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാരശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന എന്നല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഓൻ ചെന്നിട്ട് വേണ്ടി വരും പീഡിയനെ മറ്റോ നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഗോം പോയി മുട്ടട്ട മാതിരി അസ്സലാമലൈക്കും വലൈക്കും ഒറ്റ പോകാം. ഒരു ദിക്റുമില്ല, സലാത്തുമില്ല. നമ്മൾ മദ്രസ ഒരു ദിക്റുമില്ല, സ്വലാത്തുമില്ല. ആരാ മുടക്കിയതാരാ? നമ്മളാണോ? പണ്ടേ നമ്മൾ പറഞ്ഞില്ലേ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുടക്കുന്ന പ്രസ്ഥാനാണ്, ദിക്ർ മുടക്കുന്ന പ്രസ്ഥാനാണ്, സ്വലാത്ത് മുടക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പൊ അവർക്കൊരു വേദന അല്ലേ? ആരാ മുടക്കിയത്? പണ്ടുള്ള ആലിമീങ്ങൾ ഉണ്ടാക്കിയ സ്വലാത്ത്, ദിക്ർ. അയാൾ സ്വലാത്തിന് കളിയാക്കുന്ന രംഗങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഇനിയോ ഒരു സുഹൈർ ചുങ്കത്തറ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മൗലവി, അയാൾ 5 or 6 പെണ്ണ് കെട്ടിന്നാ തോന്നുന്നത്. ഈ മൗലവി ഒരു പ്രാവശ്യം ഇയാളെ വാദപ്രകാരം, സുഹൈറിന്റെ വാദപ്രകാരം
ഇപ്പൊ നമ്മളെ മൈമൂൻ നഗറിന്റെ ടൗണിലൂടെ ആൾ നടന്നിട്ട് പോകുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് എന്നെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിക്കാഹ് ആയി, വേറൊന്നും വേണ്ടാന്ന് പറയുന്ന മൗലവിയ ഈ സുഹൈർ ചങ്കത്തല. പണ്ട് ഇയാൾ പാണക്കാട് നിങ്ങൾ മുശ്രിക്കാണെന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറയുകയും പിന്നീട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് മുശ്രിക്കാണെന്ന് തിരുത്തുകയും ചെയ്ത വലിയ മഹാനാണ്.